കണ്ടല്ലോ, ഇത്രയേ ഉള്ളായിരുന്നു. ഇതെനിക്കിപ്പോൾ നടക്കാനും വയ്യ. ഗിഫ്റ്റ് സർപ്രൈസ്. ഹലോ കുട്ടികളെ, ഗുഡ് മോർണിംഗ്. എന്നും വീട്ടിലുള്ള വീഡിയോസ് അല്ലേ ഇടുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇന്ന് ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. ഇരുന്നുകൊണ്ടല്ല, പുറത്തോട്ട് പോവുകയാണ്. ചെറിയൊരു പണി കിട്ടി. അപ്പോൾ പണി ഞാൻ മൈൻഡ് ചെയ്യാതെ നടന്ന കാര്യമാണ്. അങ്ങനെ ഇപ്പം മൈൻഡ് ചെയ്യാതെ നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് വേദന എടുക്കുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ യൂട്യൂബിലിട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പം കാല് ഒരു വള്ളിയിൽ കുരുങ്ങി തൊലി പോയിട്ടുണ്ടായിരുന്നു. അപ്പം തൊലിയല്ലേ പോയുള്ളൂ, ബ്ലഡൊന്നും വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കളഞ്ഞതാണ്. നല്ല രീതിയിൽ ആഴത്തിലുണ്ടായിരുന്നെങ്കിൽ ആശുപത്രി പോയേനെ. ചെറുതായിട്ടല്ലേ എന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം പഴുത്തതാണോ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. നല്ല വേദന. കാണിച്ചു തരാം. ഇങ്ങനെ കാണിക്കാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെറുതായിട്ട് ബ്ലറർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറുതായിട്ടേ ഉള്ളൂ, ചെറുതായിട്ട് തൊലി പോയതേ ഉള്ളൂ. പക്ഷെ അത് ഇരുന്നിരുന്നിരുന്ന് നല്ല വേദന. അങ്ങനെ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. കണ്ടല്ലോ, ഇത്രയേ ഉള്ളായിരുന്നു. ഇതെനിക്കിപ്പോൾ നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്തൊരവസ്ഥ. പിന്നെ വിചാരിച്ചെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന്. എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോന്നും പറഞ്ഞ്. മടിയാണ്, ഭയങ്കര മടിയാണ് ഹോസ്പിറ്റലിൽ പോകാൻ, മരുന്ന് കഴിക്കാൻ, ഇഞ്ചക്ഷൻ കയറി വെച്ച് കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ സറണ്ടർ ആവാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആശുപത്രിയിൽ പോയിട്ട് ചിലപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോ എടുത്താലായി, ചിലപ്പോൾ എടുക്കാത്ത അവസ്ഥയിലും ആയി. എന്താണെന്ന് നോക്കാം. ഓക്കെ, ടാറ്റാ. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്, ജംഗ്ഷനിലിരിക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ പഠിച്ച സ്കൂളും ഉണ്ട്. അപ്പോൾ കൊച്ചുനാൾ മുതലൊക്കെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നതാണ്. ഇപ്പോഴാണ് കുറേ നാളുകൊണ്ട് വരക്കമില്ലാത്തത്. അപ്പോൾ ഞാൻ ഇപ്പം വിചാരിച്ചു ഇതിപ്പോൾ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടല്ലേ, ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ഇവിടെ ആൾ കുറവാണ്, എന്നിരുന്നാലും ആളുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നതാണ്. ഇപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, കാരണം മുക്കിന് ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കും. പിന്നെ എന്നിരുന്നാലും ആളുണ്ട്. ഞാൻ വിചാരിച്ചു തീരെ ആളില്ല എന്ന്, പക്ഷെ അങ്ങനെയല്ല, ആളൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റപ്പോൾ ഒട്ടും വേദന സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് നീരും വെള്ളമൊക്കെ വരുന്നുണ്ട്, പഴുത്തെന്നാണ് തോന്നുന്നത്, നീ ഒരു കാര്യം ചെയ്യും, കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു നോക്കുമെന്ന് പറയും. അങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഒട്ടും വരൂലായിരുന്നു. കാരണം എനിക്ക് ഈ വേദന എന്ന് പറയുന്നത് സഹിക്കും, കുഴപ്പമില്ല. കാരണം എനിക്ക് കയ്യിലും കാലിലും എന്ത് മുറിവ് വന്നാലും എനിക്ക് ഒരുപാട് മുറിവുകളൊക്കെ കയ്യിലും കാലിലൊക്കെ വരാറുണ്ട് കേട്ടോ. കുറച്ച് തൊട്ടേ വരും, ഞാൻ അതൊന്നും സൂക്ഷിക്കൂല. പണ്ട് എൻ്റെ മുട്ടിൽ നല്ല ആഴത്തിന് മുറിവുണ്ടായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലൊന്നും പോകത്തില്ല കേട്ടോ. അത് ഇരുന്ന് അതങ്ങ് പൊറുക്കും എന്നുള്ള രീതിയാണ്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെ അല്ലല്ലോ, പഴുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. എനിക്ക് സത്യത്തിൽ പഴുക്കുന്നതിൻ്റെ വേദന അറിയത്തില്ല, ഒന്നാമത്തെ കാര്യം. കുത്തി വേദന എടുക്കുന്നതാണ് പഴുക്കുന്നത് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് ഒട്ടും അനക്കാൻ വയ്യ, കാല് ഊന്നാൻ പോലും വയ്യ, നീരാകുന്നു. പോരാത്തതിന് ഈ എന്താ പറയുക, സൂചി കുത്തും പോലുള്ള വേദന. അതുകൊണ്ടാണ് ഞാൻ സറണ്ടർ ആയത്, ഇല്ലെങ്കിൽ സറണ്ടർ ആകത്തില്ല. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഡ്രസ്സിങ് റൂമിലോട്ട് പോകാൻ പറഞ്ഞു. ഡ്രസ്സിങ് റൂമിലോട്ട് പോയ സമയത്ത്, അതായത് ഇത് ക്ലീൻ ചെയ്യണമല്ലോ, ഡ്രസ്സിങ് ചെയ്യണത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത് കുത്തിപ്പിരിക്കാനാണെന്ന്. സംഭവം ഇതിൻ്റെ മുകളിൽ ഒരു പാട ഉണ്ടായിരുന്നു. ആ പാട ഞാൻ കരുതി ഒരു ഓയിൽമെൻറ്റ് ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു അത് പുറത്തു തുടങ്ങി എന്നാണ് കരുതിയത്. അമ്മ ഒരു ഓയിൽമെൻറ്റ് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് പുറത്തു തുടങ്ങിയതായിരിക്കും, ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് മഞ്ഞ കളറിലൊക്കെ ഇരിക്കണം. പക്ഷെ സംഗതി ഇത് പഴുത്തതാണ്, ആശാൻ കയറി അങ്ങ് പഴുത്തതാണ്. ഇതിന് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സിസർ വെച്ച് ആ പാട അങ്ങ് ഇളക്കും. സുഖമാണ്, എന്താ സുഖം എന്നറിയാവോ, 7 ലോകവും കാണുമെന്ന് പറയും പോലെ. എൻ്റെ അമ്മ ഒത്തിരി വേദന എന്നറിയാമോ. അത് പോരാത്തതിന് നമ്മൾ ഈ പല്ലിൽ ബ്രഷ് ഇട്ടുരയ്ക്കുമല്ലോ, അതേപോലൊരു പിടുത്തം ഉണ്ട് ആ കത്രികയും വെച്ചിട്ട്. എൻ്റെ പൊന്നെ, അതിനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നൊരു പിടുത്തം. അതിൽ എൻ്റെ കിളികൾ മുഴുവൻ പറന്നു. ഞാൻ ഇതിന് മുമ്പായിട്ട് സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവത്തിന് മുമ്പാണ് കേട്ടോ, ഡോക്ടർ വരുന്നതിന് മുമ്പായിട്ടാണ് സെൽഫി വീഡിയോ ഒക്കെ പല രീതിയിൽ ചിരിച്ചുകൊണ്ടൊക്കെ എടുക്കുന്നത്. അതിനുശേഷമാണ് എൻ്റെ കിളികളെല്ലാം പാറിയത്. ഇത് ചെറുതായിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറുതായിട്ട് തൊലി പോയിട്ടേ ഉള്ളായിരുന്നു, ചെറിയ രീതിയിൽ ബ്ലീഡിങ്, അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു.
ജോലി സ്ഥലത്ത് വന്നു കേട്ടോ. ജോലി സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ പുറത്തോട്ട് ഹോസ്പിറ്റലിലോട്ട് പോയത്. ഇങ്ങനെ തിരിച്ച് ജോലി സ്ഥലത്തോട്ട് വന്നു. നല്ല അടിപൊളി വേദനയായിരുന്നു. ഒരു കുത്തി പിരുത്ത് കളയും. ഡോക്ടറിന്റെ കയ്യിലൊക്കെ ഞാൻ കയറി പിടിച്ചു. അടിപൊളി വേദനയായിരുന്നു. ഇതില് അതിന്റെ മണ്ടയിൽ പാട പഴുത്ത് നിന്നു. പഴുത്തിട്ട് അപ്പം അങ്ങനെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇത് പഴുത്ത് നിൽക്കണതാണ്, അത് ഉണങ്ങിയതല്ല എന്ന് പറഞ്ഞു. ഉണങ്ങണതായിരിക്കും. അവർ പിടിച്ചങ്ങ് കത്രി വെച്ച് ക്ലീൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഉരപ്പായിരുന്നു. ഓ പോന്നേ, അത് കുത്തി എടുത്തപ്പോഴല്ല വേദന, കത്രിക വെച്ച് കട്ടിക്കിട്ട് ഉരച്ച് ഈ പല്ലിൽ ബ്രഷ് ഇട്ടറിക്കും പോലെ. അമ്മോ, എന്നിട്ട് ഡോക്ടർ ചോദിച്ചാൽ ആരെങ്കിലും കൂടെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ആരുമില്ല. അപ്പൊ പറഞ്ഞു നല്ല കാര്യം, ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആരെയും കൊണ്ടുവരുന്നത്. അവസാനം അവിടെ നിന്ന് എടുത്ത് കാലെടുത്ത് തടവേ വെച്ച് എൻ്റെ പൊന്നെ ഈരേഴ് ലോകവും കണ്ടു. പിന്നെ അവിടെ നിന്ന് സ്കൂട്ടി എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തെന്നു. ഈ പണ്ടുള്ളൊരു പഴഞ്ചൊല്ല് പറയും, താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ച തോന്നുള്ളൂ. പക്ഷെ എനിക്ക് താങ്ങാനൊന്നും ആരും ഇല്ലായിരുന്നു, തളർച്ച കൂടുതലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ തൂക്കിയിടാൻ വയ്യ. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കഴിഞ്ഞ് പാർട്ടി പ്രവർത്തകർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർ പോസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് വള്ളി ഉണ്ടല്ലോ, ഒരു ആഷ് കളറിലുള്ള ആ ആഷ് കളറിലുള്ള വള്ളി തൂങ്ങിക്കിടന്നു. അപ്പം നല്ല കുത്തനെ ഇറക്കമാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുത്തനെയുള്ള ഇറക്കത്തിൽ അതിങ്ങനെ ഹാങ് ചെയ്ത് നല്ല ലെങ്ത് ആയിട്ട് കിടന്നു. സാധാരണ നമ്മൾ സ്കൂട്ടിയൊക്കെ ഓടിക്കുമ്പോൾ എന്തെങ്കിലും കാലിലിങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നൊന്ന് കുടഞ്ഞിട്ട് അല്ലെങ്കിൽ കാലൊന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് നമ്മൾ പതുക്കെ അങ്ങ് വണ്ടി മൂവ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇപ്പം എന്തെങ്കിലും ഒരു ശിഖരോ എന്തെങ്കിലും നമ്മളെ ഈ വണ്ടിയിൽ എങ്ങാനും ചെറുതായിട്ട് കൊണ്ട് നമുക്ക് ഡേഞ്ചറായിട്ടല്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചങ്ങ് മുമ്പോട്ട് പോവും, അതങ്ങ് തനിയെ പൊയ്ക്കോളും എന്ന് വിചാരിച്ചു. ഞാനും അങ്ങോട്ട് മുമ്പോട്ട് പോയി കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേക്കും ഇറുവിയപ്പം മനസ്സിലായി വണ്ടി നിർത്തണമെന്ന്. അങ്ങനെ സൈഡിലോട്ട് വണ്ടി നിർത്തിയപ്പം നോക്കി ബ്ലഡ് ഒന്നും വന്നില്ല, തൊലി ഒന്ന് പോയതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലൊന്നും പോകണ്ട എന്ന് കരുതി. പക്ഷേ ഞാൻ പൊതുവെ ഹോസ്പിറ്റലിൽ പോകാൻ മടിയായതിനാൽ പോയില്ല. നല്ലൊരു വെട്ടിൻ്റെ പണി കിട്ടി. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു പഴുക്കുന്നതും ഇങ്ങനെ പ്രശ്നമാവുന്നതും. ഇതിനു മുമ്പൊന്നും പഴുത്തിട്ടൊന്നുമില്ല. എന്തായാലും ആ കടമ്പ അങ്ങ് കടന്ന് കിട്ടി. ഇനി ഇത് എത്ര ദിവസം കാണുമെന്നോ അറിയത്തില്ല. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പം എനിക്കൊരു 3 മണിക്ക് ചെറുതായിട്ടൊരു മേക്കപ്പുണ്ട്. മേക്കപ്പല്ല, ചെറിയൊരു ഹെയർ സ്റ്റൈലിങ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പം ധന്യക്ക് ഷോപ്പിൽ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട്, ലീവ് ആയതുകൊണ്ട് ധന്യക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പം ഞാൻ പോകണം. അപ്പം മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ആകെ സീനാവും. ഓരോരുത്തരും നല്ല വേദനയുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഈ മാസം ലീവ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ലീവായിട്ട് എടുത്തേനെ. ലീവ് എടുക്കാൻ പറ്റില്ല, 1-2 പ്രോഗ്രാം ഇനി വരാനുണ്ട്. അപ്പോൾ അന്നത്തേക്കുള്ള ലീവ് കണക്കാക്കി വെച്ചിരിക്കുകയും, അതാണ് വിഷയം. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ അവളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 2ാമത്തെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ നല്ല ഗ്രാൻഡായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ചെറുതായിട്ടൊന്ന് ഹെയർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെയർ മെയിനായിട്ട്, ഫേസ് വലുതായിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ പെയിൻ കില്ലർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻ കില്ലർ തന്നതുകൊണ്ട് എനിക്ക് ആ സമയത്തുള്ള കുട്ടിയുള്ള വേദന അങ്ങ് മാറി. പക്ഷെ വേദന ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നിങ്ങനെ ഒരു പണി കിട്ടും. പിന്നെ പോകും വഴിക്ക് കുഞ്ഞിനൊരു ബർത്ത്ഡേ ഗേളിനൊരു ഗിഫ്റ്റ് കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫംഗ്ഷന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകണം എന്നൊക്കെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ കാലിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും മഴ ആയതുകൊണ്ടും ഞാൻ ആ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ചെയ്ത്. പിന്നെ പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ മോൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടോയ്സ് എടുക്കാം എന്ന് വിചാരിച്ചു. ഞാൻ എന്തെടുത്താലും ആദ്യം ചെന്ന് പിടിക്കുന്ന കളർ എന്ന് പറയുന്നത് പിങ്ക് ആയിരിക്കും. പണ്ട് ഞാൻ എൻ്റെ റൂമിലൊക്കെ പിങ്ക് കളറൊക്കെ അടിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ കളർ പിങ്ക് ആണ് എന്ന് പറയുന്നത് 100-150% സത്യമുണ്ട് കേട്ടോ. ആരെങ്കിലും പറഞ്ഞ് ഞാൻ പിങ്ക് എടുക്കണതല്ല, ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈ പോകുന്നത് പിങ്കിലോട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം പിങ്കിൻ്റെ ഒരു റാബിറ്റ് അതാണ് എടുത്തത്.
പിന്നെ ഞാൻ അവിടെ ഓരോന്നൊക്കെ നോക്കി പിന്നെയും ചെന്ന് എത്തിയത് പിങ്ക് തന്നെയാണ് കേട്ടോ. പിങ്ക് വേറൊരു ടോയ് തന്നെയാണ്. ഒരു ഗേളിൻ്റെ ഒരു പെൺകുട്ടിയുടെ ഒരു ടോയ് തന്നെയാണ് ഞാൻ പിന്നെയും എടുത്തത്. പിന്നെ അവിടെ കുറേ ടോയ്സുകൾ ഉണ്ടായിരുന്നു. ആ ടോയ്സിൽ ഞാൻ ഈ ഒരു ടോയ് ആണ് എടുത്തത് കേട്ടോ. അവിടെ കുറേ ടോയ്സ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരെണ്ണം എൻ്റെ കണ്ണിൽ നല്ല രീതിയിൽ അങ്ങ് കൊണ്ടുപോട്ടോ. സ്പൈഡർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനോടെ ഭയങ്കര ഫാനാണ് അതിൻ്റെ. അയ്യോ, ഇങ്ങനെ ഒരു ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആളാണ് കേട്ടോ. സ്പൈഡർമാൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ മോൾക്ക് വേണ്ടി വാങ്ങിച്ചപ്പം മോനൂട്ടിനും കൂടെ ഒരെണ്ണം വാങ്ങിക്കാന്ന് വിചാരിച്ച്, വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം ആവണത് എന്ന് കരുതി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി പോയാലോ. ഒരാൾക്ക് വാങ്ങിക്കുമ്പം നമ്മൾ മോനൂട്ടൻ വീട്ടിൽ ഇരിക്കുകയല്ലേ, അപ്പൊ അവന് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് സങ്കടം വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു സ്പൈഡർമാനും കൂടെ എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അതൊന്ന്, അങ്ങനെ അതും ഞാൻ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിയാൻ പറഞ്ഞു. കാരണം ആ ഗിഫ്റ്റ് പേപ്പർ പൊതി നോക്കുമ്പോഴത്തേക്കല്ലേ, പൊതി അഴിക്കുമ്പോൾ മോനോട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എന്താ സനുവിന്റെ വീട്ടിൽ വന്നു. സനു എന്നാണ് പേര്, സനൂജ അനിൽകുമാർ എന്നാണ് അവളെ ഫുൾ നെയിം കേട്ടോ. ഞങ്ങൾ സനു എന്നാണ് വിളിക്കാറ്. എൻ്റെ കൂടെ ITIയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം നമ്മൾ 1 വർഷത്തോളം നമ്മൾ ITIയിൽ ഉണ്ടായിരുന്നു. ഇത് സനുവിൻ്റെ മൂത്ത മോനാണ്. ഇതാണ് സനു. ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് കേട്ടോ. ആദ്യമുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ സനുവിനെ റെഡിയാക്കിയതിന് ശേഷമുള്ളൊരു വീഡിയോ. സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട്. ഹസ്ബൻഡാണ് നിൽക്കുന്നത് സനുവിൻ്റെ, പിന്നെ കുഞ്ഞും ബർത്ത്ഡേ ഗേള്, പിന്നെ സനുവിൻ്റെ സിസ്റ്ററാണ് റെഡ് കളർ ടീഷർട്ട് കേട്ടോ. പിന്നെ അവരെടുത്ത ഡ്രസ്സും എന്താണ് പിങ്ക് കളർ ഡ്രസ്സ് തന്നെയാണ് അവരെടുത്ത ഡ്രസ്സിൻ്റെ കളറ്. ചോദിച്ചപ്പോഴാണ് പറയുന്നത് സനുവിന് ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് എന്ന്. അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിങ്ക്. ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിങ്ക് ഇഷ്ടമാണ്. പിങ്കിനോടൊരു ഒരു ഒരു പൊടിക്ക് ഒരു ചായ്വ് കൂടുതലാണ്. അപ്പം മോൾക്ക് ബർത്ത്ഡേയുടെ അന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ആ ഫ്രോക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും ഗ്രാൻഡ് ആണെന്ന് കേട്ടോ. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. എല്ലാവരും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ സനുവിന് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് സനുവിന് സിമ്പിളായിട്ട് ഒരുക്കിയത്. ഹെയർ അല്ല, സിമ്പിളായിട്ട്. ഹെയർ നല്ല ഹെയർ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ സനുവിന് ഹെയർ ഒരുപാട് അങ്ങ് പോയി. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആ നല്ല സമയത്ത് നല്ല ഹെയർ കാണും. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആയതിനു ശേഷം എല്ലാവരുടെയും മുടി പൊഴിഞ്ഞു പോകാറാണ് പതിവ്. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പോയി നിന്ന സമയത്ത് പെട്ടെന്നാണ് ക്യാമറമാനെ ശ്രദ്ധിച്ചത്. ക്യാമറമാൻ എൻ്റെ കൂടെ പഠിച്ച ആളാണ് വിശാഖ്. പെട്ടെന്നാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാനും അവനും നീ ആയിരുന്നടാ എന്നും പറഞ്ഞുകൊണ്ട് ഞെട്ടിപ്പോയത്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വിശാഖാണ് അവിടെ നിൽക്കുന്നതെന്ന്. പിന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു മോളൂട്ടിയെ ക്യാമറയിലോട്ട് നോക്കാനും ചിരിപ്പിക്കാനും വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര പാടായിരുന്നു. ആൾ നല്ല രീതിയിൽ പുട്ടിറക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പാടായിരുന്നു കേട്ടോ ആളെ ചിരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇത്രയും നിന്നപ്പം തന്നെ കാല് നല്ല വേദനയായിരുന്നു. അങ്ങനെ ഞാൻ സനുവിനോട് പറഞ്ഞു ഇനി എന്തായാലും വരണില്ല, ഞാൻ പോവുകയാണ്, എനിക്കിനി ഫംഗ്ഷനൊന്നും വരാൻ വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ല വേദനയായി. പോരാത്തിന് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഈ കെട്ടി വെച്ചേക്കുന്നതിൻ്റെ അകത്തൂടെ അത്രയും വെള്ളം ഇറങ്ങും. അപ്പോൾ അത് ആകെ പണിയാവും. അതുകൊണ്ട് ഞാൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നപ്പോൾ മോനോട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞാണല്ലോ ഞാൻ സ്പൈഡർമാനെ കൊണ്ടുവന്നത്. അങ്ങനെ അവനെ കാണിച്ചപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷം തോന്നി. ഇത് എന്തേരമ്മ, ഇതിനകത്ത് എന്തേരമ്മ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയാം നീ നോക്കിയിട്ട് പറ എന്തേരാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അടുക്കളയിൽ നിൽക്കിയിരുന്നു. അങ്ങനെ അമ്മയുടെ അടുത്തൊക്കെ കൊണ്ടുപോയി കാണിച്ച് എൻ്റെ അമ്മ ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഈ ഒരു വോയിസ് ഞാൻ ഇടാത്തത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അമ്പലത്തിലെ പാട്ട് കേൾക്കുകയാണ്. അപ്പം അത് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ മോനൂട്ടൻ അത് കുത്തിപ്പിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാലാശാൻ കണ്ടില്ല. കാലിങ്ങനെ കെട്ടി വെച്ചേക്കണത് ആൾ കണ്ടില്ല. രാവിലെ കെട്ടിയെന്ന് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഞാൻ എന്തിനാണ് ഈ സ്പൈഡർമാനെ വാങ്ങിച്ചു എന്നത് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. കാരണം ഈ സ്പൈഡർമാൻ്റെ ഏറ്റവും വലിയ സൈസിലുള്ള സ്പൈഡർമാൻ വീട്ടിലുണ്ടായിരുന്നു. നല്ല വലിയൊരു സൈസിലുള്ള സ്പൈഡർമാൻ, അവനേക്കാളും പൊക്കവും ഹൈറ്റും ഒക്കെ ഉള്ളത്. പൊക്കവും ഹൈറ്റൊക്കെ ഒന്നാണല്ലോ. പൊക്കവും മണ്ണും ഒക്കെ ഉള്ളത്.
അപ്പം അത് ഇടിച്ച് അതിനകത്ത് കിടന്ന പഞ്ഞിയെല്ലാം പുറത്തോട്ട് പോയി. പിന്നെ അല്ലാതെ ഒരു കുട്ടി സ്പൈഡർമാൻ, ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ സ്പൈഡർമാൻ ഉണ്ടായിരുന്നു, ഗുരുവായൂരുന്നോ എവിടെ നിന്നൊക്കെയോ വാങ്ങിച്ച സ്പൈഡർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാനേ ഉള്ളൂ വീട്ടില്. ഇപ്പൊ ഞാൻ ആക്രിക്ക് പറക്കി കൊടുത്ത്, പക്ഷേ സ്പൈഡർമാനേ ഉള്ളൂ വീട്ടില്. ഇപ്പൊ നോക്കിയാലും 10 സ്പൈഡർമാൻ അവിടെ കാണും. അതല്ലാതെ 50 100 ഒക്കെ സ്പൈഡർമാൻ ഉണ്ടായിരുന്നു. ഏട്ടൻ ദുബായിൽ നിന്ന് ഇടയ്ക്ക് വന്ന സമയത്തും സ്പൈഡർമാനാണ് അത്രയും കൊണ്ടുവന്നത്. സ്പൈഡർമാന്റെ വാള്, സ്പൈഡർമാന്റെ കാറ്, സ്പൈഡർമാന്റെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കറിയണം, അത്രയ്ക്ക് സ്പൈഡർമാനായിരുന്നു. അപ്പൊ സ്പൈഡർമാനെ തന്നെ വീണ്ടും കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തുള്ളി ചാടി എന്നാണ് പറയാൻ. ഈ സന്തോഷം കാണാൻ വേണ്ടി തന്നെയാണ്. ആൾക്ക് ഭയങ്കര സന്തോഷം വരുമ്പോൾ ആളുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് കേട്ടോ, വാ തുറന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷമാണ്. അമ്മ അടുക്കളയിൽ കുറച്ച് പണിയിലായിരുന്നു. തലേ ദിവസം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മീനൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് എടുത്തില്ല. അപ്പൊ വൈകുന്നേരം വയ്ക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇന്ന് രാവിലെയും, അതായത് ഈ വീഡിയോ എടുക്കണതിൻ്റെ അന്ന് രാവിലെയും തലേദിവസത്തെ മീൻകറിയിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് തീർന്നിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് അമ്മ ചിക്കൻ കറി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ടു. ഞാൻ തന്നെയാണ് ഈ ചായ ഇട്ടതെന്ന് തോന്നുന്നു കേട്ടോ. ഇത് 2 ദിവസമായി വീഡിയോ എടുത്തിട്ട്. ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കപ്പലണ്ടിയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ, കപ്പലണ്ടി തന്നെ. കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടുള്ളവർ പറയും കപ്പലണ്ടി കഴിച്ചുകൂടാ, മുറു പഴുക്കുമെന്ന്. ഞാൻ ഇടയ്ക്ക് 2-3 ദിവസം കൊണ്ടേ കഴിച്ചുകൊണ്ടിരിക്കണേ, എനിക്ക് അറിഞ്ഞുകൂടാ ഇനി മുറു പഴുത്തത് കപ്പലണ്ടി തിന്നിട്ടാണോ എന്ന്. പക്ഷെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, കപ്പലണ്ടി തിന്നാലൊന്നും മുറു പഴുക്കത്തില്ല, അതൊന്നും കുഴപ്പമില്ലാന്ന്. അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് വിളക്കൊരുക്കുകയാണ് കേട്ടോ. താമസിച്ചു പോയി. രാവിലെ വിളക്ക് തേച്ച് വെക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അങ്ങനെ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു, വർക്കിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ വിളക്ക് തേക്കാൻ എടുത്തത്. അപ്പൊ ലേറ്റായിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും. ഞാൻ പെട്ടെന്ന് തന്നെ വിളക്ക് തേച്ച് വൃത്തിയാക്കിയാണ്, കാരണം താമസിച്ചു പോണ്. കാല് വയ്യാത്തോണ്ട് അവിടെ ഇവിടെയും താങ്ങിയും തൂങ്ങിയൊക്കെ നിന്ന് പതുക്കെയൊക്കെ ഏഴൊന്നും ചെയ്യുമ്പോഴത്തേക്കും ഒരു നേരമാവും. അതാണ് ലേറ്റായത് കേട്ടോ. അങ്ങനെ സ്പീഡിന് കാര്യങ്ങൾ ചെയ്യാണ്. ദീപാരാധന ആയി വരുന്നതേ ഉള്ളൂ, ദീപാരാധന ആയിട്ടില്ല. മുകളിലാണ് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. അതായത് താഴെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുകളിലാണ്, സിറ്റ് ഔട്ടിലാണ് വിളക്ക് കത്തിക്കുന്നത്. ചുറ്റാകെ അമ്പലമാണ് കേട്ടോ. ഇതാണ് മെയിൻ അമ്പലം, മാടനട ക്ഷേത്രം. ചുറ്റാകെ ഞങ്ങൾക്ക് അമ്പലമാണ്. എപ്പോഴും നിന്നാലും രാവിലെ ഒരു 5:30 മണി മുതൽ ഒരു 7-8 മണി വരെയൊക്കെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചു. മോനോട്ടനും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവൻ ഇറങ്ങിപ്പോയി, താഴെ പോയി ഇരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ അവന്റെ കൂടെ പോയി ഇരിക്കണം കുറച്ചു നേരം. അപ്പൊ ഈ സ്പൈഡർമാന്റെ കൂടെയാണ് അവൻ കളിച്ചോണ്ടിരിക്കുന്നത്. സ്പൈഡർമാനെ തൂക്കിയിടുന്നു, കമിഴ്ത്തിയിടുന്നു, ഇടിക്കുന്നു, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ പറഞ്ഞു, എടാ ഇല്ലാതാക്കല്ലേ, ഒരാഴ്ചയെങ്കിലും വെച്ചേരേന്ന് പറഞ്ഞു. ഇതൊരു പുതിയ ടോപ്പാണ്, അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് കേട്ടോ. മെറ്റീരിയൽ സാരിയാണ്. സാരി മീഷോ വഴി അമ്മ തന്നെ വരുത്തിയതാണ്. ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതിന്റെ സ്കർട്ടിന് വേണ്ടിയിട്ട്, പക്ഷെ നമ്മൾ അത് എടുത്തതൊന്നുമില്ല. അമ്മയോട് തയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഭയങ്കര ഇപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ബ്യൂട്ടീഷ്യൻ മാത്രമേ ഞാൻ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അങ്ങനെ അമ്മ നന്നായിട്ട് തയ്ക്കും, ബ്ലൗസൊക്കെ നന്നായിട്ട് തയ്ക്കും. അങ്ങനെ ഇപ്പൊ ഒരു 2-3 മാസം കൊണ്ട് അമ്മയുടെ പഴയ സാരി ആയാലും അവിടെ ഇരുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും പുതുതായിട്ടൊന്നും വാങ്ങിക്കണല്ല, നമ്മൾ അവിടെ ഇരുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ പഴയ സാരി ഒക്കെ വെട്ടി തയ്ച്ച് അമ്മ എനിക്ക് ടോപ്പ് തയ്ച്ച് തരാറുണ്ട്. ഞാൻ അങ്ങനെ മെറ്റീരിയൽ എടുക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാൻ ഇപ്പം ഈ കാണിക്കുന്നത് കറണ്ട് പോയതല്ല, മഴയത്ത് ഒരു പക്കി ഉണ്ടല്ലോ, അപ്പോൾ ആ പക്കിയെ പേടിച്ച് മോനോട്ടം കയറി ഇരിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മ ഇങ്ങനെ ഇരിക്കുന്ന മെറ്റീരിയൽ എല്ലാം തയ്ച്ച് എനിക്ക് ഓരോരോ ഉടുപ്പുകൾ തയ്ച്ച് തരുമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഷോർട്സ് ആക്കി ഞാൻ ഇടാൻ കേട്ടോ. ഒരു 4-5 അല്ലെന്ന് തോന്നുന്നു, 7 ടോപ്പുകൾ ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ മെറ്റീരിയലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചുരിദാർ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ടോപ്പ് വാങ്ങിക്കുന്നതോ അങ്ങനെ ചെയ്യുന്ന ആളെ അല്ല, ഭയങ്കര പിശുക്കത്തിയാണ് സ്വന്തം കാര്യത്തിൽ കേട്ടോ. അങ്ങനെ ഇതിപ്പം ബ്ലൗസാണ്, എനിക്കൊരു ബ്ലൗസാണ്. അപ്പോൾ ഒരു സെറ്റ് മുണ്ടിന് ഒരു ബ്ലൂ കളർ ബ്ലൗസ് വേണം. അതും അമ്മ തന്നെയാണ് മെറ്റീരിയൽ എടുത്തത് കേട്ടോ. മെറ്റീരിയൽ അങ്ങനെ ഞാൻ കിടന്ന് പറയുന്നുണ്ടായിരുന്നു, എന്തിനു വെറുതെ എടുത്തത് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ എപ്പോഴും കിടന്ന് അലക്കുന്നത് തന്നെ, അമ്മ മൈൻഡ് ചെയ്യില്ല.
അങ്ങനെ അതിന് ലൈനിങ് ഒക്കെ ഇട്ട് അമ്മ അതൊരു ബ്ലൗസ് ആക്കി സ്റ്റിച്ച് ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞ സമയത്തിന് നടക്കുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പണ്ട് ഞാൻ തയ്ക്കുമായിരുന്നു. എൻ്റെ ഒരു തയ്യൽ പോലും ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്ലൗസ് പോലും ഞാൻ പുറത്ത് കൊടുക്കില്ലായിരുന്നു. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും, ഇടയ്ക്ക് വെച്ച് തുടങ്ങണമെന്നൊക്കെ വിചാരിച്ച് ഓരോന്നും ചെയ്തതാണ്. പക്ഷേ മെഷീൻ കംപ്ലൈന്റ് ആയിപ്പോയി. അങ്ങനെ രാത്രിയായി ഒരു 8:30-9 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ കറിയൊക്കെ ആയി. ഞാൻ പുട്ടുണ്ടാക്കി, ചോറ് കുറവായിരുന്നു. അപ്പൊ അരിപ്പുട്ടും ചിക്കൻ കറിയും വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, പുട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറച്ച്, ഒരു ഇച്ചിരി എന്താണ് ഡയറ്റിങ് എന്നതിനേക്കാളും നമ്മുടെ വെയിറ്റ് ഒന്ന് മാനേജ് ചെയ്യുക എന്നും മാത്രമേ ഉള്ളൂ. ഒരുപാട് ഡയറ്റിങ് എടുക്കുന്നില്ല, എനിക്ക് ഞാൻ തീരെ കോലം കെട്ട് പോവും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാനും മോനോട്ടനും കൂടി സെറ്റിയിൽ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. കഴിച്ചതിന് ശേഷമുള്ള റെസ്റ്റിംഗ് ആണ്. അതെല്ലാം കഴിഞ്ഞു. മോനിട്ടറിന് ഞാനും പിന്നെ പോയി കിടന്നു. ആള് സ്പൈഡർമാനെ വിട്ടിട്ടേ ഇല്ല, കൂടെ കൊണ്ട് നടക്കുകയാണ്. ഉറങ്ങാൻ നേരത്തെ വരെ അതെനിക്കറിയായിരുന്നു. ഉറങ്ങാൻ നേരത്തെ 2-3 ദിവസം കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ കിടക്കുമെന്ന്. അത് 2-3 ദിവസത്തെ ആ ഒരു പുതുമയേ ഉള്ളൂ, അതൊക്കെ പിന്നെ അങ്ങ് മാറും. പിന്നെ എന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. സാധാരണ നമ്മൾ കിടക്കാൻ നേരത്ത് ഏട്ടനെ വീഡിയോ കോൾ ചെയ്യും. മോനിട്ടൻ ഏട്ടനെ കണ്ടിട്ടേ ഉറങ്ങത്തുള്ളൂ. അത് ഏട്ടനും അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സ്കിപ്പായി പോയി കഴിഞ്ഞാൽ ഏട്ടൻ്റെ നിന്ന് പൂരത്തെറി എനിക്ക് കിട്ടും. അത് കൊച്ചിനായാലും ഏട്ടനായാലും രാത്രി കിടക്കുമ്പോഴത്തേക്കും രണ്ടുപേരും വീഡിയോ കോൾ ചെയ്തേ കിടന്നുറങ്ങത്തുള്ളൂ. അത് അങ്ങനെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു പക്ഷേ എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയി എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നല്ലപോലെ. അതുകൊണ്ട് തന്നെ കിടന്ന സമയത്ത് തന്നെ ഞാൻ വിളിച്ച് ഇവർ രണ്ടുപേരും, ചിലപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നെങ്കിൽ ഞാൻ സൈഡിൽ കിടന്നുറങ്ങും, ഇവർ രണ്ടുപേരും വീഡിയോ കോൾ ചെയ്ത് കിടക്കും. തന്നെ അവൻ തന്നെ ഓഫ് ചെയ്ത് പിന്നെ എൻ്റെ അടുത്ത് ചൊതുങ്ങി അങ്ങ് കിടന്നുറങ്ങിക്കോളും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.